പ്രേക്ഷകരെ ചേർത്ത് നിർത്തി ചാനൽ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് 24. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയം. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ വർഷം മുതൽ നടപ്പാക്കാൻ പോകുന്ന കാരുണ്യ പദ്ധതികൾക്ക് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് തുടക്കം കുറിച്ചു. 24 അവതാരകരുടെയും ഫ്ലവേഴ്സിലെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളുടെയും കലാപ്രകടനങ്ങൾ പരിപാടിക്ക് മിഴിവേകി. ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അതിൽ പങ്കാളികളായി ചരിത്രത്തിന്റെ ഭാഗമായത് നിരവധി പേർ. കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് 24 അവതാരകരുടെ നൃത്താവിഷ്കാരം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് എംഡിയും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ. ഹലോ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലനാണ് ചരിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. 24 കണക്റ്റിന്റെ കാരുണ്യ പദ്ധതികൾക്ക് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദും തുടക്കം കുറിച്ചു. പ്രളയം, ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം 24ന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ 24 കണക്റ്റിനെ കാണുന്നത്. കഷ്ടതകളിൽ ആരും തനിച്ചല്ലെന്ന് ഓർമ്മപ്പെടുത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാവാനുള്ള 24ന്റെ പദ്ധതി മലയാളി ചേന സമ്മേളനത്തിൽ തുടക്കമായി. ചെറുപ്രായത്തിൽ മാതാവിന്റെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിനെ വേദിയിൽ ആദരിച്ചു. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് വേദിയിൽ 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ ഉറപ്പ്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണത്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ്. നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം. കുട്ടികളിലുണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ തുടക്കം കുറിച്ചു. ജനക്ഷേമം ലക്ഷ്യമാക്കി തുടങ്ങിയ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്നും 24ന്റെ ഉറപ്പ്. സ്കൂളിലൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക, അവർ കൂടെ തന്നെ മെഷീനിലൂടെ മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന അപകടകരമായ കാഴ്ചയിലൂടെ ഒരു 10 ലക്ഷം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് രോഗികളായി. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും 24 കണക്ട് നടത്തുന്നു. അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി. പ്രേക്ഷകർക്കിടയിൽ വാർത്താമുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ. നമ്മളൊരു വീൽ ചെയർ വാങ്ങിച്ചു വരും. വീട് കിട്ടിയത് വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ വീട് കിട്ടിയ ആളാണ്. വീട് കിട്ടിയ ആ 100 വീടുകളിൽ ഒരെണ്ണം കിട്ടിയ ആളാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. ബീഹാറിൽ BJP പിന്തുണയോടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് 24 കുടുംബാംഗങ്ങളുടെയും പ്രേക്ഷകരുടെയും വിവിധ കലാപരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്താണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചത്. ഈ പരിപാടി വൻ വിജയമാക്കിയ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ടീം 24.